അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച പാടെ ന്യൂസ് പേപ്പർ ഇന്ന് ഇങ്ങനെയാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. വേഗം അതിനെയൊക്കെ പോയി എടുത്തിട്ട് വന്നു. ജസ്റ്റ് വായിക്കാറൊന്നുമില്ല, അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. രാവിലെ തന്നെ ഒരു പണി കിട്ടിയത് കണ്ടില്ലേ? മാവെല്ലാം അങ്ങ് പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അരച്ച് വെക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെങ്ങാനും പോകുന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചതും അതൊക്കെ ഒന്ന് സെറ്റാക്കി അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് 2 പാത്രങ്ങളിലോട്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ചൂടല്ലേ, അതുകൊണ്ടായിരിക്കാം പുളിച്ചങ്ങ് പൊങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഉഴുന്നും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ആട്ടിയെടുത്തതിൽ, അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ എന്തായാലും അതെല്ലാം ഒന്ന് സെറ്റാക്കി ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വീണ്ടും പുളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. കാരണം 2 വലിയ പാത്രങ്ങളല്ലേ. ഇനി 2-3 പാൽപാത്രം അതൊന്ന് ഇറക്കാനുണ്ട് കേട്ടോ. അത് ഇറക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സെറ്റാവും, സ്ഥലം ഉണ്ടാവും. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, സുഖമല്ലേ? എങ്ങനെയുണ്ട്? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളല്ലോ, ഇനിയും കിടക്കുന്നു അല്ലേ? കുട്ടികളെ കൊണ്ട് എന്താണ്, കുട്ടികൾ ചെറിയ പിള്ളേരാകുമ്പോൾ വികൃതി കൂടും, നോക്കാൻ കുറച്ച് പ്രയാസപ്പെടും അല്ലേ? ഇവിടെ പിന്നെ 2 വലുതായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുട്ബോൾ കളിക്കാൻ പോവും, ഒരാൾ രാവിലെ ഡ്രൈവിങ്ങിന് പോവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിച്ച് മറിഞ്ഞ് അങ്ങനത്തെ പ്രശ്നങ്ങളും ടെൻഷനുകളൊന്നും ഇല്ല കേട്ടോ. ഇതാ ചായ വയ്ക്കുന്നുണ്ട്. അയൻകുട്ടി എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അവനിപ്പോൾ ആ ടൈമിൽ പോകുമ്പോൾ തന്നെ വെയിലല്ലേ, അത് കാരണം ആളാകെ അങ്ങോട്ട് കരിവാളിപ്പായി തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കളിക്കാൻ പോകണ്ടെന്ന് പറയാനും ഒരു വിഷമമാണ്. കാരണം നമ്മളൊക്കെ കളിച്ച് വളർന്ന് അങ്ങനെയല്ലേ, പാടത്തും പറമ്പിലൊക്കെ ഓടി കളിച്ച് ഓലപ്പര ഉണ്ടാക്കി മാങ്ങ പറിച്ച് ഉപ്പിലിട്ടത് കഴിച്ച് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ വളർന്ന്. ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റാനും ഒക്കെ പോയി. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാനൊരു വിഷമമാണ് കേട്ടോ. അത് അവരും അറിയണമല്ലോ. അല്ലാണ്ട് ഫുൾ ടൈം ഫോണ് TV ഇങ്ങനെ മാത്രം ഇരിക്കരുത്. പിന്നെ ഒന്ന് പറയണ സേഫായിട്ട് പോയിട്ട് വരാൻ, അത് മാത്രമാണ് ഒരു പേടിയുള്ളത്. കാരണം എന്താ പറയുക, ഓക്കെ. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഇനി വാഷിങ്ങിന് പോയിട്ട് ഇടണം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് തുണികൾ മടക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേഗം പോയി എടുത്തു വെക്കണം. ഈ ഡ്രസ്സിൽ ഞാൻ നല്ല തടിച്ചായിട്ടുണ്ട് അല്ലേ? ഇന്നലെ ഞാൻ തടി ഉണ്ടായിരുന്നില്ല. എനിക്ക് യൂട്യൂബ് ചാനലിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ പല രീതിയിൽ പല ദിവസം പല ഷേപ്പിലാണ് കേട്ടോ തോന്നാറുള്ളത്. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. മോർണിംഗ് വാക്കിങ്ങിന് പോകണം എന്ന് വിചാരിച്ചിട്ട് 1 വീക്കായി, ഇനിയും സെറ്റായിട്ടില്ല. മോർണിംഗ് വാക്കിങ്ങിന് പോയിട്ട് ഈവനിങ് ജിമ്മിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്യണത്. ഈവനിങ് ജിമ്മ് മാത്രമാകുമ്പോൾ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ മാസം ഇതുപോലെ പോയിട്ടാണ് ഞാൻ വീണ്ടും തടിച്ചത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. പക്ഷേ റിലാക്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും ഒക്കെ പറ്റും, സമയമുണ്ട്. മറ്റേ മോർണിംഗ് സമയം ഭയങ്കര കുറവ്, ഓടിച്ചാടി പടഞ്ഞു പോകണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം പിന്നെ മോന് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈവനിങ് പോകുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ മോർണിംഗ് തന്നെ ഉള്ളൂ പോവുക കേട്ടോ. ഈ ആഴ്ച ഒരു ദിവസം ഞാൻ ഈവനിങ് ആക്കി, പിന്നെ എനിക്ക് മോർണിംഗ് ആക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീക്കൽ ഭയങ്കര ടാസ്ക് ആയ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉള്ളിലൊക്കെ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഇനി അതെല്ലാം ഒന്ന് കഴുകി എടുക്കണം. നല്ല ഉമ്മയും പുറത്തു പോയിട്ട് വരുമ്പോൾ വെജിറ്റബിൾ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു ദിവസം ഉണ്ടാക്കി നമുക്ക് 2 ദിവസത്തിന് എന്തായാലും ഉണ്ടാവുമല്ലോ. സാമ്പാർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ, അതും കൂടെയാണ്. അപ്പോൾ വേഗം ഞാനിതാ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു പാത്രം കഴുകൽ സംഗതികളൊക്കെ തീർത്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നങ്കിമീൻ എനിക്കും ഇഷ്ടമാണ്. നങ്കിമീൻ ഒനിയൻ ആൻഡ് പീച്ചിങ്ങ ഒക്കെ ഇട്ട് വറ്റിച്ച് വെക്കും. പാലക്കാട് സ്പെഷ്യലാണ്, അറിയും, കേട്ടിട്ടുമുണ്ട് ഞാൻ. പക്ഷേ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യലാണ് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അഴുക്കുള്ള എഗ്ഗിനൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ടു.
പിന്നെ വേഗം പോയിട്ട് ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ ടീച്ചറായിരുന്നു, അല്ല പിന്നെ കുറേ പേര് ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. പിന്നെ ഹായ് ജിനി, സുഖമാണ് എന്ന് നിങ്ങൾ വർത്താനം സുഖമല്ലേ? സുഖം തന്നെയല്ലേ? എഴുതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് തോന്നുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്നോട് സുഖമല്ലേ എന്ന് ചോദിച്ചതാണ്, എനിക്കത് മനസ്സിലായി. ഓക്കെ, ഹായ് ജിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്ത മെലിഞ്ഞിട്ടുണ്ട് മുത്തേ, പല ഡ്രസ്സിലും പല രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് ഞാൻ. അയ്യോ എനിക്ക് വയ്യ, സംസാരം പറഞ്ഞിട്ട് കുറേ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇവിടേക്ക് ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ട് ഞാൻ വേഗം പോയിട്ട് തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ. സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാറില്ലേ? സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാറില്ലേന്നോ? എൻ്റെ താത്തൻ്റെയോ? അവൾ എറണാകുളത്താണ്. നമ്മൾ ഈ വെക്കേഷന് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അനിയത്തിക്ക് ലീവില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകല് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. അത് കാരണം പോയില്ല. ഇനി ഞങ്ങളുടെ വീട്ടിൽ 3 കൂടെ ഒരുമിച്ച് കൂടാന്നുള്ള പ്ലാനാണ്. ഇൻഷാ അല്ലാ അത് പറ്റട്ടെ. കുറച്ച് കാലമായി കണ്ടിട്ട്. ശരിക്കും വാഴയുടെ ഓരോ റീല് വരുമ്പോഴും എൻ്റെ മൈൻഡിലോട്ട് കയറി വരുന്നത് അവർ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു മേ ബി ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിമും കൂടിയാണ് എനിക്ക്. അത് പേഴ്സണലി അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ഈ ഭാഗം അടിച്ചു വാരി എടുത്ത ശേഷം ഞാൻ കറിവേപ്പിലേക്ക് പോയി വലിച്ചിട്ട് വന്നു. പിന്നെ തേങ്ങ പൊളിച്ചത് എടുത്തിട്ട് പോയി. ഞാൻ 3 തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 തേങ്ങ നമുക്ക് ആവശ്യം വന്നുള്ളൂ. 1 തേങ്ങ ഞാൻ അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം തന്നെ പരിപ്പ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലോട്ട് തക്കാളി, വലിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, ഇച്ചിരി വെളിച്ചെണ്ണ, വെള്ളം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എല്ലാവരും ഒന്നും ഇടാറില്ല കേട്ടോ സാമ്പാറിൽ, ഞാൻ ഇടാറുണ്ട്. പിന്നെ ഇതാ നമ്മൾ നല്ല കല്ല് കുമ്പളങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കായ്ച്ചാറിനൊക്കെ പറ്റിയ കുമ്പളങ്ങയാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ കുമ്പളങ്ങ കിട്ടണമല്ലേ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിലോട്ട് ഞാൻ അതൊന്ന് വാഷ് ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് വഴുതനങ്ങ, പിന്നെ 1 വലിയുള്ളി, ചെറിയ ഉള്ളി ആണെങ്കിലും ബെസ്റ്റാണ്. സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ 1 വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് എത്ര വേണം അതുപോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ രാവിലെ സാമ്പാർ എടുക്കണേ അത്യാവശ്യം ഉരുളക്കിഴങ്ങ് കഴിക്കും, അതുകൊണ്ട് ഞാൻ ഒരു 3-4 ഇട്ട് കൊടുക്കും. പിന്നെ വെജിറ്റബിളൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. എണ്ണയിലോട്ട് ചെറിയ ജീരകം, ഉലുവി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമുക്ക് ഇവിടെ ഞാൻ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് കായത്തിൻ്റെ പീസും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ കറിവേപ്പില ചേർത്തി കൊടുക്കണം. പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി. എനിക്ക് വെളുത്തുള്ളി ഇല്ലാത്ത സാമ്പാറില്ല കേട്ടോ. പലരും വെളുത്തുള്ളി ഇടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം കേട്ടോ സാമ്പാറിൽ. പിന്നെ വറ്റൽമുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്, ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. ഇതാണ് നമ്മുടെ സാമ്പാർ. ഇനി ഇത് ഒന്ന് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണക്ക് മാറുന്ന വരെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ ആ ഒരു സംഭവം റെഡി കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. നിറയെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുത്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പരിപ്പും വന്നിട്ടുണ്ട്. നമുക്ക് പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാമ്പാറിൽ വേണ്ട പുളി ആ ഒരു രീതിയിൽ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പകുതി മുക്കാൽ പണികൾ ഇവിടെ തീർത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഷെയറിങ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് കഴിക്കണ വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. FBയിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കമൻറ്റ് വായിക്കാറില്ലേന്ന്. വായിക്കാറുണ്ട് മുത്തേ. FBയിൽ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ഇടുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഇനി ഇട്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എന്നോട് കുറേ നൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറികളെല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പും ചേർത്തി അടച്ച് വെക്കുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില, മല്ലിയിലേക്ക് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുവായിട്ട് ഞാനിവിടെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇത്രയേ ഉള്ളൂ. ഇനി അടച്ച് വെക്കുക, സ്മെല്ലൊന്നും പുറത്തുകൊണ്ട. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കണം. കുറേ പാത്രങ്ങളുണ്ട്. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ,
ഇഷ്ടത്തിന് പാത്രങ്ങളുണ്ട്. പിന്നെ ഇന്നലെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ നെക്സ്റ്റ് ഇതിൽ അങ്ങനെ ആൻസർ തരാം, ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും ഞാൻ ആ കമൻറ്റ് വായിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ അങ്ങനെ നടക്കട്ടെ അല്ലേ. അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നത്. ഈ വീഡിയോ എന്നും ഫോണിൽ കിട്ടാറുണ്ട് പക്ഷെ കാണാറില്ല. ഇന്ന് ആദ്യമായിട്ട് ഫുൾ വീഡിയോ കണ്ടു. എനിക്കിഷ്ടമായി. തറവാട് വീടും ഉമ്മയും ഉപ്പയും കുട്ടികളും വീട്ടിലെ പണികളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോയിൽ കമൻറ്റ് വായിക്കണേ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് വായിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് എന്താ ജോലി? ഉമ്മാക്കും ഉപ്പാക്കും ജോലി ഉണ്ടായിരുന്നോ? മറുപടി തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദോശ കണ്ടില്ലേ, ചട്ടി എന്തോ കൊളായിട്ടോ. പിന്നെ നെക്സ്റ്റ് ദോശ മുതൽ ശരിയായി. ഞാനിവിടെ ഓയിലൊന്ന് പുരട്ടിയിട്ട് പിന്നെ ദോശ ചുട്ടത്. പക്ഷെ ക്രിസ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തു. പക്ഷെ ഞാൻ കളഞ്ഞൊന്നുമില്ല കേട്ടോ, ഞാൻ എടുത്തു. ഷാള് വെച്ചിട്ട് അങ്ങനെ പിടിക്കുന്ന ആരും അനുകരിക്കരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മാക്കും ഉപ്പാക്ക് ജോലി ഉണ്ടായിരുന്നു. എയർഫോഴ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. റിട്ടയർഡായി. പിന്നെ എൻ്റെ മദറിൻലോ ആണ് കേട്ടോ. പിന്നെ ഉമ്മാക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഹൗസ് വൈഫായിരുന്നു. ഹസ്ബൻഡ് ഇപ്പം ജോഗറിൽ വർക്ക് ചെയ്യാണ്. എന്താ പറയുക, നേരത്തെ ഓരോ കമ്പനികളായിരുന്നു. ഇപ്പം വന്നിട്ട് ചപ്പലിൻ്റെ കമ്പനിയാണ്, ചെന്നൈയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. പിന്നെ എൻ്റെ സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും, ഉപ്പ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. ഫസ്റ്റ് എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇത്. എല്ലാവരുടെയും അനിയൻ്റെ കല്യാണം മാത്രം ഇനി കഴിയാനുണ്ട്. ബാക്കിയെല്ലാം എല്ലാവരും സെറ്റിലായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇനി അവിടെ പോകുമ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാല്ലാ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇതാ എല്ലാം ഉണ്ടാക്കി. നമുക്ക് ബാക്കി വന്ന സാമ്പാറിനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാം, നാളെ രാവിലെ എടുക്കാം. രാത്രി അധികം ഞാൻ ചപ്പാത്തി എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. നോക്കാം. ജിമ്മിനൊക്കെ പോയി വന്നിട്ട് ക്ഷീണത്തിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ഡിന്നർ. അങ്ങനെ ഇതാ ചായ ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയാണ് കേട്ടോ. പിന്നെ പേപ്പർ എന്തിനാ മീനിൻ്റെ കൂടെ വെള്ളത്തിൽ ഇട്ടത്? അതിലെ എഴുത്തിലെ മഷി ശരിയാ, ഞാൻ ഇട്ട ശേഷമാണ്. അതൊരു വിഷമാണ് എന്നുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്. ഇട്ട ശേഷമാണ് എനിക്ക് അതായത് സോൾട്ട് ഇട്ടാൽ സോൾട്ട് പോകുന്നാണോ പറയുന്നത്? കുറച്ച് സോൾട്ട് ആ വെള്ളത്തിൽ ഇട്ടാൽ മതിയെന്നോ? അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. എനിക്കത് മനസ്സിലാകുന്നില്ല കുട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പോൾ ഉപ്പ് പിടിക്കല്ലേ ചെയ്യുക? എന്തായാലും ട്രൈ ചെയ്യുക. ഉപ്പെങ്ങാനും കൂടിക്കഴിഞ്ഞുണ്ടല്ലോ ഞാൻ വ്ളോഗിൽ പറഞ്ഞ് ശരിയാക്കി തരും കേട്ടോ. പിന്നെ കോഫി വാട്ടർ മിക്സിയിൽ അടിക്കണ്ടേ? വേണം. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള പാത്രം കഴുകി വെക്കലാണ്. കുറേ പാത്രങ്ങളുണ്ട്. കുക്കിംഗ് കൂടുമ്പോൾ പാത്രങ്ങളും കൂടുമല്ലോ. പണ്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചട്ടി മതി, എല്ലാം ഞാൻ അതിലുണ്ടാക്കും. പക്ഷെ ഇപ്പോൾ വേഗം അങ്ങനെ എടുക്കണ്ടേ, വേഗം ചെയ്യണ്ട. അപ്പോൾ ഒന്ന് ആക്കി കഴിഞ്ഞാൽ അത് അപ്പോൾ കഴുകാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അവിടെ വയ്ക്കും. പിന്നെ അടുത്തത് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് കേട്ടോ ഇപ്പം ഇത് ചെയ്യാറ്. നാളെ വോട്ടാണല്ലോ അല്ലേ. ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാവും പലരും പാലക്കാട് കേട്ടോ. ചിലർ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും. എന്തായാലും നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ വോട്ട് UDF കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ ആരും ചാണകം ചവിട്ടാണ്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ രാഷ്ട്രീയം കൂടുതൽ ഞാൻ പറയാറില്ല, ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പം എന്തായാലും ലഞ്ചിന് നമ്മൾ എന്താ പറയുക, സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിൽ? ഇവിടെ ലോക്കലായിട്ട് പറയും ജിലേബി പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ടോ? പണ്ട് 1 കിലോ ജിലേബി വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കും. രാവിലെ തന്നെ എന്താണ് ജിലേബി വാങ്ങിക്കുന്നത്? നമ്മുടെ നാട്ടിൽ സ്വീറ്റ് ആണല്ലോ ജിലേബി എന്ന് പറയുന്നത്. ഇവിടെ ലോക്കലായിട്ട് അങ്ങനെ പറയും, ജിലേബി പറയും. പിന്നെ ഫിലോപ്പിയ, പിന്നെന്താ പറയുക, അങ്ങനെ പല പേരുകളും ഉണ്ട് അല്ലേ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ലോക്കലായിട്ട് എന്താ പറയാന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഉപ്പേരി ഞാൻ ക്യാരറ്റ് ബീൻസ് ഒക്കെ വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഉമ്മ അപ്പുറത്ത് ഫിഷ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്നാക്കാൻ മീൻസ് ഉള്ളിലത്തേക്ക് അഴുക്ക് കുറച്ച് കളയാനുണ്ട്. പിന്നെ ചെതുമ്പിലൊക്കെ
കളഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് നമ്മളൊന്ന് കളഞ്ഞാൽ മതി ജസ്റ്റ്. ആ സമയത്തേക്ക് ഞാനിതാ ഉപ്പേരിക്കുള്ളത് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചമുളക്, വലിയുള്ളി, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം മുറിച്ച് ഞാൻ മൺചട്ടിയിൽ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് വെക്കും. ഞാൻ കടുക് ഇപ്പം അധികം പൊട്ടിക്കാറില്ല കേട്ടോ ഇതിൽ. പിന്നെ ഇതെല്ലാം വെള്ളം ഒഴിക്കില്ല, ഒന്ന് വഴറ്റി അങ്ങനെ എടുക്കില്ലേ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. അപ്പം അതൊന്ന് ആക്കിയിട്ട് ചെറിയ തീയിൽ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മീനിൻ്റെ മസാല കൂട്ടിയെടുക്കാം അല്ലേ. ഇതാ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഇവിടെ 2 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഇതാ നമ്മൾ ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്, ഡ്രൈ മാംഗോ പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. പിന്നെ ഇതാ വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. സിലോപ്പിക്കൊരു ചേറ്റിച്ചൂരുണ്ടാവും, അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ അത്യാവശ്യം നല്ല സ്പൈസി, പുളിയും എരിവും ഒക്കെ ഉള്ളൊരു മസാല തന്നെയാണ് ബെറ്റർ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, ഒന്നുകൂടെ ലൂസാക്കണം കേട്ടോ ഈ ഒരു മസാല. അപ്പുറത്ത് നമ്മുടെ ഉപ്പേരി ഇതാ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം തോരനിൽ തേങ്ങ ഇടാറുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം തന്നെ ലാവിഷായിട്ട് എടുക്കുകയാണെങ്കിൽ, കറി ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ, രാവിലെ എല്ലാം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 തേങ്ങയ്ക്ക് ആവശ്യം വരാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ 1 തേങ്ങ യൂസ് ചെയ്യാനാണ് പറയുന്നതല്ലേ പലരും, പക്ഷെ നമുക്ക് നടക്കില്ല, ഒരു ദിവസം പോലും നടക്കില്ല. അങ്ങനെ നമ്മുടെ മീനിലുള്ള മസാലകളൊക്കെ ഇതാ ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കണം കേട്ടോ. വലിയ മീനായതുകൊണ്ട് ഞാൻ 2 ആക്കി മുറിച്ചിട്ടുണ്ട്. ഇതാ കംപ്ലീറ്റ് മസാല ആക്കി ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേ പാത്രങ്ങൾ വീണ്ടും കഴുകാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ അരി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു, അരി ഗ്യാസുമ്മ വെക്കാമെന്ന് വിചാരിച്ചു. അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. കുക്കറിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ചോറ് വെക്കാറുള്ളത്. നമ്മൾ കുറച്ച് കാലമൊക്കെ മറ്റേ ഇലക്ട്രിക് സ്റ്റൗ യൂസ് ചെയ്തു, പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഗ്യാസിന് അത്രയും പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തൽക്കാലം മാറ്റി വെച്ചേക്കുവാണ്. നല്ല കറണ്ട് ബില്ല് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പറഞ്ഞു ഉമ്മ. അങ്ങനെ നമ്മളിതാ സ്റ്റൗവിൽ കുക്കറൊക്കെ വെച്ചു. അതുപോലെ നമ്മുടെ ഗ്രൈൻഡറിൽ തേങ്ങ ചിരവണ സംഭവം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല കേട്ടോ, ഞാൻ കണ്ടില്ല. സ്പാച്ചില പോലും ഞാൻ കണ്ടില്ല ഇതിൽ. പ്രീതിയുടെ ഗ്രൈൻഡറാണ്, നല്ല ഗ്രൈൻഡറായിട്ട് എനിക്ക് തോന്നി, പക്ഷേ ഇതൊന്നും ഇല്ല കേട്ടോ സംഭവങ്ങൾ. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയി ഇടാനുണ്ടായിരുന്നു. പൂച്ച എൻ്റെ പിന്നാലെ തന്നെ വരികയാണ് മീനിൻ്റെ മണം കേട്ടിട്ടാണ്. പക്ഷെ മീൻ വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഒക്കെ നമുക്ക് നന്നാക്കിയിട്ടല്ലേ വരിക. അപ്പോൾ കവർ അവിടെ വീണത്, അത് കവർ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കവറും കൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ വേഗം ഞാൻ തുടച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുള്ളു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാ വേഗം നമ്മളിതാ തുടച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മീൻ വറുക്കാനിട്ടത്. സാധാരണ എന്നോട് എല്ലാവരും പറയും കുളിക്കണിന് മുമ്പ് തന്നെ മീൻ വറുത്തൂടെയെന്ന്, പക്ഷെ മസാല പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ചട്ടികളൊക്കെ ഏകദേശം കേട് വന്നു. അപ്പം ഞാൻ ചട്ടികളൊക്കെ ഒന്ന് ഇനി മേടിക്കാൻ പോകണം. പിന്നെ ഓരോ മീനായിട്ട് വെച്ചു. ഞാൻ 2 ചട്ടിയിലായിട്ട് വറുക്കുകയാണ്. വലിയ മീനായതുകൊണ്ടേ എല്ലാം കൂടെ കുത്തി തിരികെ വെക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇങ്ങനെ വറുത്തു. മറ്റേ പാത്രത്തിൽ ഞാൻ പപ്പടം വറുക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഓരോ പപ്പടമായിട്ട് വറുത്ത് ഇനി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഈ മീനിനൊന്ന് ആദ്യം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. സിലോപ്പി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമുള്ള മീനൊന്നല്ല, പക്ഷെ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് വാങ്ങിച്ചൊരു മീനാണ്. പിന്നെ ഇതിലോട്ട് വലിയുള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല സുഡ ചോറ്, അതിലോട്ട് വറുത്തരച്ച സാമ്പാർ, പിന്നെ നമ്മുടെ ബീൻസ് ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ട്. ഇനി മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ധാരാളം വലിയുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇഷ്ടമാണ്. അങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടിയാ നന്നായിരിക്കും. 2 പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്, അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഊണ് കുശാലല്ലേ. തൈരും കൂടെ എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു മയക്കൊക്കെ മയങ്ങി വൈകുന്നേരം എണിച്ചൊരു ചായയൊക്കെ കുടിച്ച് ഈവനിങ് ജിമ്മിനും പോയി. ഇന്നത്തെ ദിവസം അങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നു. എൻ്റെ വീട് തൃശ്ശൂരാണ്, ജിനി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാ മരുമക്കളും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. വയസ്സായ ഉമ്മാക്ക് എത്ര സമാധാനമായി ഇരിക്കാം.
ജിനി, ഐ പ്രൗഡ് ഓഫ് യു മോളെ, പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ. ഉമ്മ പറഞ്ഞ കമൻറ്റും അനുഗ്രഹിക്കട്ടെ എല്ലാം പറഞ്ഞതൊക്കെ എനിക്ക് ഓക്കെ. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഹൗസ് വൈഫായിട്ട് ഇരിക്കാനും കുക്കിംഗ് ചെയ്യാനും മാത്രം ഇഷ്ടപ്പെട്ട ആൾക്കാരല്ല ഈ ലോകത്തുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ജീവിക്കട്ടെ. ഇനി അങ്ങോട്ട് അങ്ങനെ ഉള്ള ആൾക്കാരാണ് കിട്ടുക. അതൊരു നെഗറ്റീവായിട്ട് കാണരുത് ഒരിക്കലും കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് അതിൽ പറയാനുള്ളൂ. വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ നാളെ പറയാം. നാളെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ് വേണം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി.